മലേഷ്യയിൽ വന്നിട്ട് പെനാങ് ഹിൽസിൽ പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതുകൊണ്ട് നേരെ ദാ പോകുന്നു പെനാങ് ഹിൽസിലേക്ക്. മലേഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് കോളനി വന്ന സ്ഥലമാണ് ഈ പെനാങ് എന്ന് പറയുന്ന ഐലൻഡ്. സോ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് പെനാങ് ഹിൽസ് എന്ന് പറയുന്നത്. 1700-കളിലൊക്കെയാണ് കേട്ടോ ബ്രിട്ടീഷ് കോളനിയൊക്കെ ഇവിടെ വരുന്നത്. ഇതാണ് പെനാങ്ങിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളത്. അത് തന്നെ ഇവിടെ ഒരു പ്രശസ്തമായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഫ്യൂണിക്കുലർ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം 30 റിങ്കറ്റ് ആണ്. റിങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ വരുമ്പോൾ ഏകദേശം 600 രൂപ വരും ഒരാൾക്ക് പെർ ഹെഡ്. ഈ വഴി നോക്കി, അകത്തേക്കുള്ള വഴി അടിപൊളി. കാരണം ഇതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ക്യൂ കാണുന്നുണ്ട്. ആ ക്യൂവിലേക്കാണ് നമുക്ക് ചെന്ന് നിൽക്കാനുള്ളത്. പക്ഷെ വലിയ ക്യൂ ഒന്നുമല്ല, ചെറിയൊരു ക്യൂ ആണ്. അപ്പം ഞാനും എൻ്റെ പുറകെ പോയി നിന്നു എനിക്കുള്ള ഊഴങ്കാത്ത്. നമുക്ക് ചെന്ന സമയത്ത് തന്നെ അവിടെ ഒരു ട്രെയിൻ, ഇതാണ് എൻ്റെ ഏറ്റവും പ്രശസ്തമായ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞൊക്കെ പോയി. അത് കഴിഞ്ഞ് നമുക്കുള്ള സാരഥി ഇനി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇതൊരു എന്താ പറയുക, സാധാരണ ട്രെയിൻ പോലെ അല്ല. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതൊരു ചരിഞ്ഞ രീതിയിലാണ് ഇതിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ദ പെനാങ് എന്നൊക്കെ പേരിട്ടിരിക്കുന്ന ഈ ഒരു കുഞ്ഞൻ പോയി തുടങ്ങി. ഇനി നമ്മളുടെ ട്രെയിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വരുന്നു. ദേ മുകളിലോട്ട് നോക്കൂ, അതാ നമ്മുടെ സാരഥി ഓടി എത്തുന്നുണ്ട്. ഇത്രയും സ്പീഡൊന്നും ഇല്ല കേട്ടോ, ഞാനത് വീഡിയോയുടെ സ്പീഡ് കൂടി ഇട്ടിരിക്കുന്നതാണ്. സോ അവനും എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ കുറച്ച് സായിപ്പും മദാമയൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവരാണ് ഓടിച്ചാടി. കാരണം അവർക്ക് എക്സ്പ്രസ് ടിക്കറ്റാണ്, അതുകൊണ്ടായിരിക്കും അവർ ആദ്യമേ പോകുന്നത്. നമ്മുടെ നോർമൽ ടിക്കറ്റാണ്. അതുകൊണ്ട് അവർ പോയി കയറിയതിന് ശേഷം ബാക്കിയുള്ള മിച്ചമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഡ്രൈവർ ചേട്ടനൊക്കെ, ലോക്കോ പൈലറ്റ് ആണല്ലേ, അങ്ങനെയൊക്കെ വിളിക്കാം. സോ പുള്ളിക്കാരൻ ഇവിടെ കാത്തിരിക്കുകയാണ്, ഊഴം കാത്ത് സമയമാകുമ്പോൾ പുറപ്പെടാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഒരു ഗ്രീൻ ബട്ടണിലൊക്കെ പ്രസ് ചെയ്ത് കണ്ടു. അപ്പോഴത്തേക്കും പയ്യെ നമ്മുടെ ട്രെയിൻ മുകളിലേക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങി. പിന്നെ അതിൻ്റെ വേഗം അങ്ങോട്ട് കൂടി. നല്ല രസമായിരുന്നു. ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ എന്താ പറയണ്ടത്, ഈ ഒരു കയറ്റം കണ്ടിട്ട് എന്നെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇത്രയും ഹൈറ്റിലേക്ക്, ഇത്രയും എലിവേഷനിൽ, ഒരു നമ്മൾ 90 ഡിഗ്രി എന്നൊക്കെ പറയില്ല, ആ ഒരു ഹൈറ്റിലേക്കാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് വളരെ സ്മൂത്തായിട്ട്. 1923-ലാണ് ആക്ച്വലി ഈ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം ഇവിടെ തുടങ്ങിയത്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനും അതുപോലെ മിലിറ്ററി ഒഫീഷ്യൽസിനും വേണ്ടിയിട്ടുള്ള ഒരു വേനൽക്കാല വസതിയൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ അതുപോലെ ചെറിയൊരു സ്കൂള്, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അങ്ങോട്ടൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു ട്രെയിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും രസകരമായൊരു സംഭവം, ഇതിൻ്റെ പകുതി എത്തുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് പോയ ഫസ്റ്റ് ട്രെയിൻ തിരിച്ചു വരുന്നതും ഇത് അവിടെ എത്തുന്നത് ഒരു കറക്റ്റ് ഒരു പോയിന്റിലാണ്. നല്ല രസം അത് കാണാൻ. കാരണം അവിടെ എത്തുന്ന ആ ഒരു പോയിന്റിൽ അത് കറക്റ്റായിട്ട് നമ്മൾ പാളം രണ്ടാകുന്നു. അതൊരു സൈഡ് വഴി പോകുന്നു, ഇത് വേറൊരു സൈഡിൽ കൂടി പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ ഒരു അവശ കലാകാരൻ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. പഴയ ട്രെയിനാണ് ഇതിൻ്റെ. അപ്പോൾ അയാൾ പെൻഷനൊക്കെ വാങ്ങി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ മുകളിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഇപ്പോൾ 833 മീറ്റർ ഹൈറ്റിലാണ്. ഒരു തുരങ്കമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഇതൊക്കെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റിലേക്ക് നമ്മളിതാ ഏകദേശം എത്തിയിരിക്കുകയാണ്. മുകളിൽ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെ കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നതായിട്ടൊക്കെ. അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വ്യൂ പോയിന്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പെനാങ് ഹിൽ ഐലൻഡ് ഉണ്ടല്ലോ, അത് ഏകദേശം തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു അപ്പർ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതാണ് ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിറ്റി മൊത്തം കാണുന്നത് പോലെ തന്നെ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് കറക്റ്റ് പറഞ്ഞാൽ വലതുവശത്തേക്ക് നമ്മൾ നോക്കിയാൽ നോക്കൂ, ഒരു വലിയ പാലം, ഒരു പാമ്പൻ പാലം പോലത്തെ ഒരു വലിയൊരു പാലം കിടക്കുന്ന കാണുന്നുണ്ടോ? ഇതാണ് ഒരു അടിപൊളി സാധനം. അതായത് 13 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണിത്. ഈ ഒരു പാലമാണ് നമ്മുടെ പെനാങ് ഐലൻഡിനെ പെനാങ്ങിൻ്റെ മെയിൻ ലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഐലൻഡും അതുപോലെ മെയിൻ ലാൻഡായിട്ട് കണക്ട് ചെയ്യുന്ന പാലം ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഫോഗ് ആയതുകൊണ്ട് കറക്റ്റായി കാണാൻ പറ്റുന്നില്ല. അതൊരു 20-21 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതാ ഈ സൈഡിലേക്കൊന്ന് നോക്കൂ. ആ സൈഡിലാണ് നമ്മുടെ തായ്ലൻഡ് വരുന്നത്. ഓക്കെ, അതുപോലെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിലാണ് നമ്മുടെ മലേഷ്യയുടെ എന്താ പറയുക ക്യാപിറ്റൽ ആയിട്ടുള്ള നമ്മുടെ കൊലാലംപൂർ. അപ്പോൾ റൈറ്റ് സൈഡിൽ കൊലാലംപൂർ, ലെഫ്റ്റ് സൈഡിൽ തായ്ലൻഡ്.
ഓക്കെ, എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം അല്ലേ. ഇതിൻ്റെ മുകളിലും ഇനിയൊരു അടിപൊളി സാധനം കാണാനായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കുന്നത് ഈ ചേച്ചിമാരൊന്നുമല്ല. മുകളിലോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു പീരങ്കി ഇരിപ്പുണ്ട്. സോ ഈ പീരങ്കി ഇവിടെ ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ ഗൺ ഹിൽ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അവിടെ നേരെ ചെന്ന് കയറുന്ന സമയത്ത് മുകളിൽ ഒരു ചെറിയൊരു മോസ്ക് ഉണ്ട്, അതുപോലെ താഴെ ഒരു ചെറിയൊരു കോവിലുമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് 1800-കളിൽ ഇവിടെ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഗംഭീരമാണ്. ശ്രീ അരുളോളി തിരുമുഖൻ ക്ഷേത്രം എന്നാണ്. നാക്കൊക്കെ ഉടക്കിയിട്ടുണ്ട്. ശ്രീ അരുളോളി തിരുമുഖൻ ക്ഷേത്രം, അതാണ് ഒരു മുരുകൻ ക്ഷേത്രമാണിത്. ഇതിൻ്റെ പിറകിൽ നമ്മുടെ ശിവനും സകുടുംബസമേതം അവിടെ പിറകിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രമൊക്കെ കാണുന്നവർക്ക് കാണാം, അകത്തേറി തൊഴാം, വേറെ പ്രശ്നമൊന്നും. ടൂറിസം ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ അനുവദിച്ചിട്ടുണ്ട്, അകത്തും ഷൂട്ട് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലായിട്ട് കയറുന്ന സമയത്ത് അവിടെയാണ് മോസ്ക് ഉള്ളത്. മസ്ജിദ് ബുക്കിത് ബന്ദേര എന്നൊരു പേര് കൂടി ഇതിനുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് പെനാങ് ഹിൽ മോസ്ക് എന്ന് പറഞ്ഞാലും മതി. മസ്ജിദിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാറ്റുകൊണ്ടിരിക്കാനൊക്കെ ഉള്ള കൂടാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് നല്ല ടൈം പാസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം അവിടെ അങ്ങനെ ഇരിക്കാം, വിശ്രമിച്ച്. അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് താഴെ ഉള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മളെ കാത്ത് വേറൊരാൾ കൂടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദേ ഒരു സുന്ദരി. ഒന്ന് ഇങ്ങോട്ട് നോക്കൂ എന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കി. ഒന്ന് കണ്ണ് നോക്കിയിട്ട് നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ഇല്ലാതിരുന്നു. പിന്നെ ഞാനും മുകളിലേക്ക് നടന്നു. മുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ബെൽ റിട്ടയറോ ബംഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗ്ലാവിൻ്റെ ഒരു കവാടം നമുക്ക് കാണാം. ആ കവാടത്തിൻ്റെ പേര് ഗേറ്റ് ഹൗസ് എന്നാണ്. അടിപൊളി ഒരു കൺസ്ട്രക്ഷൻ, അതായത് നമ്മളൊരു ബ്രിട്ടീഷ് ആർക്കിടെക്ചർ എന്നൊക്കെ പറയൂലേ, അത് തന്നെ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനാണത്. പക്ഷെ മുകളിലോട്ട് ചെന്നപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, വേറെ ഒന്നുമല്ല, അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ സൈഡ് ഗേറ്റ് കൂട്ടിയിട്ട് അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ മുകളിലേക്ക് ബംഗ്ലാവിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ബ്രിട്ടീഷിലെ അവരുടെ ഒരു ഗവർണർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് 1803 കെട്ടിയ ഒരു കോൺവാലസെന്റ് ബംഗ്ലോ ഒക്കെ അവിടെയുണ്ട്. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു ചെടി കൂടി ഇത് എവിടെയുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ഫ്ലവറും ഈ ഒരു ചെടിയൊക്കെ. ഈ ചെടിക്ക് പേരൊക്കെ ഗംഭീരമാണ്. മെയിൻഗായ മലയാന എന്നൊക്കെയാണ് എൻ്റെ പേര്. വിച്ച് ഹസൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതൊന്നും അല്ല എൻ്റെ പ്രത്യേകത. ഈ പ്ലാന്റ് ഒരു എൻഡേഞ്ചേർഡ് ആണ്, അതായത് വംശനാശം സംഭവിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്പീഷീസുള്ള ഈ ഒരു ഹില്ലിലുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങി, എൻ്റെ അമ്മയെ വയറ് വിശന്ന് കൊട്ടൽ കരിഞ്ഞു. താഴെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. സോ അവിടെ ഒരുപാട് നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനങ്ങളുടെ ഒക്കെ ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനേ തോന്നും. കഴിക്കേണ്ട, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം അതിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ബട്ട് അത് നമ്മളെപ്പോലെ ട്രാവലേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എന്താണ് തരാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ അവിടെ ചെന്നിങ്ങനെ നോക്കിയ സമയത്ത് നല്ല പരിചയമുള്ള ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അതെ, നമ്മളെ നാട്ടിൽ സ്ഥിരം കാണപ്പെടുന്ന ആത്തിച്ചക്ക. ഇവൻ എന്താ ഇവിടെ കാര്യം നോക്കിയിരിക്കുന്നു. എന്തായാലും കഴിക്കാനായിട്ട് കുറച്ച് നൂഡിൽസും അതുപോലെ തന്നെ ഈ ആത്തിച്ചക്കയും പാഷൻ ഫ്രൂട്ടും ഒക്കെ ചേർന്നിട്ട് ജ്യൂസ് ഐറ്റം കൂടിയുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് രണ്ടും കൂടി കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വയറിൻ്റെ സയറിനടി ഒന്ന് നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വ്യൂ പോയിന്റ്, താഴോട്ട് തന്നെ പോകുമ്പോൾ മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്ക് ഒന്നുകൂടി പോയി വിശാലമായി പെനാങ് ഐലൻഡിനെ ഒന്നുകൂടി നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കാണാനാണ് ഇനി ഞാൻ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് പടിക്കെട്ടൊക്കെ കയറണം. അപ്പോൾ അതൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലണം. മുകളിൽ ചെല്ലുന്ന സമയത്താണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ചറിന് നല്ല ഇഷ്ടം. നമ്മൾ കേരളത്തിലേക്കൊരു എന്താ പറയുക, 4 കെട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കയറി ചായ കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. കാരണം അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളി. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ ആഗ്രഹത്തിന് ഞാൻ പൂഴ്ത്തി വെച്ചതിന് ശേഷം ആ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി താഴേക്ക് പോവാം. ഇനി തിരിച്ച് വന്ന ആ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന മടക്ക യാത്രയാണ്. സെയിം ട്രെയിനിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. ഇനി താഴേക്ക് പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഞാനിങ്ങനെ യാത്രയിൽ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ വയനാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നില്ലെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. ടൂറിസവും വളരും, അതുപോലെ ആൾക്കാർക്കും ഈ എന്താ പറയുക, ചുരത്തിലൊക്കെ ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കാതെ തന്നെ താഴേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പോകുന്ന വഴിക്കുള്ളൊരു ഇറക്കം ഉണ്ടല്ലോ, കറക്റ്റ് ഞാൻ വണ്ടർലയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു ഇറക്കമാണ് ഈ ഒരു ഇത്രയും കുത്തനെയുള്ള ഇറക്കം. സത്യം പറഞ്ഞാൽ പേടിച്ചു പോകും നമ്മൾ. പക്ഷെ അടിപൊളിയായിട്ട് അത് മാനേജ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറയുന്നതിൽ നിന്നൊക്കെ വളരെ വലുതാണ്.
കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 102 വർഷങ്ങൾക്ക് മുന്നേ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പലർക്കും ചെയ്യാൻ പറ്റിയ ഇങ്ങനൊരു കാര്യം, ഇതുപോലത്തേക്ക് ഒരു ട്രെയിൻ സർവീസ്. എത്രയോ നല്ല ഭരണാധികാരികൾ വിചാരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നേ ഇതൊക്കെ വന്നേനെ അല്ലേ. നമ്മുടെ വയനാടൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റപ്പായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ, എന്ത് രസമായിരിക്കും. ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദാന്ന് പറഞ്ഞ് വളരും. അപ്പോൾ ഭാവിയിലെങ്കിലും ഇതുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനും മലയിറങ്ങി